മഴത്തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ പറഞ്ഞ വാക്ക് പാലിക്കാൻ അങ്ങനെ തുനിഞ്ഞാണല്ലോ കൊന്നുകളയും ഞാൻ. നേരാണോടാ? അവളെ കെട്ടാനാണോ നിന്റെ തീരുമാനം? വെച്ചേക്കില്ല നിന്നെ ഞാൻ. അവളെയും കെട്ടി ഈ പടി ചവിട്ടാമെന്ന വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ഒന്നും പറയണ്ടടാ. എന്തു പറഞ്ഞാലും ആ വിവാഹം നടക്കില്ല. നടത്താൻ സമ്മതിക്കില്ല ഞാൻ. നിക്ക്, വലിയ കേമനെന്നും പറഞ്ഞ് നടന്നാ പോരാ, കുറച്ചെങ്കിലും ബുദ്ധി പ്രയോഗിക്കണം. ആ ഗിൽബർട്ടിനെ കണ്ടില്ലേ? ഇനി അവനെ കണി കാണാൻ കിട്ടുമോ ആ സർക്കിളിന്? അതാ നീയും ചെയ്യേണ്ടിയിരുന്നത്. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുമെന്ന് അറിഞ്ഞപ്പോഴെങ്കിലും എങ്ങോട്ടെങ്കിലും മാറണമായിരുന്നു. അല്ലാതെ തല വെച്ച് കൊടുക്കുകയല്ല വേണ്ടിയിരുന്നത്. നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലടാ. വഴി ഞാൻ പറഞ്ഞു തരുമായിരുന്നല്ലോ. ഛേ, ഇതിപ്പോ നാറ്റക്കേസായി. ആ സർക്കിളിന്റെ മുമ്പിൽ ഞാനങ്ങ് ഐസായി പോയി. നീ കാണിച്ച ബുദ്ധിമോശം കാരണം. തീർന്നോ രണ്ടുപേരുടെ വിസ്താരം? നിങ്ങൾ വിചാരിക്കും പോലെ അത്ര ബുദ്ധിമോശം കാണിക്കുന്നവനല്ല ഈ ഗൗരി. മനസ്സിലൊരു കണക്ക് ഉറപ്പിച്ചു തന്നെയാ സർക്കിളിന് ഞാൻ ആ വാക്ക് കൊടുത്തത്. ഏട്ടൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി എനിക്ക് കൂട്ടുന്നതെന്ന്? അതേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങണം. അവിടെ എൻ്റെ നാവ് പിഴച്ചിരുന്നെങ്കിലേ അയാൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തേനെ. പിന്നെ കേസും വക്കാലത്തും ഒക്കെ കോടതി വരാൻ തന്നെ ഇറങ്ങേണ്ടി വന്നേനെ. ഇതിപ്പോ ഞാൻ ചുമ്മാ കൊടുത്തൊരു വാക്ക്. ഞാൻ അവളെ അങ്ങ് കെട്ടിക്കോളാമെന്ന്. പാവം, അയാൾ അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. നീ പിന്നെ എന്ത് ചെയ്യാൻ ഉദ്ദേശം? ആ, അതൊക്കെ ഉണ്ട്. തൽക്കാലം കല്യാണത്തിനുള്ള ഒരുക്കങ്ങളുമായിട്ട് അവരങ്ങ് മുന്നോട്ട് പോട്ടെ. എനിക്കറിയില്ല ഗോന്ന, ഇതൊക്കെ എങ്ങനെയായി തീരുമെന്ന്. ഭഗവാനെ, എങ്ങനെ തോന്നി എന്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടാൻ? അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നമ്മൾ അവളെ വളർത്തിയത്. ഇനിയിപ്പോ അതൊക്കെ ഓർത്തും പറഞ്ഞും എന്തിനാ ചേച്ചി മനസ്സ് വിഷമിപ്പിക്കുന്നത്? ഏതായാലും ആ ചെക്കനും വീട്ടുകാരും അവളെ സ്വീകരിക്കാൻ തയ്യാറായല്ലോ. ഇനിയിപ്പോ ഇരുചെവി അറിയാതെ ആ കല്യാണം അങ്ങ് നടത്തുക, അത് തന്നെ മാർഗം. നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന ബന്ധമാണോ ഗോന്ന ഇതൊക്കെ? അവരൊക്കെ വലിയ ആൾക്കാരല്ലേ? വലുപ്പ ചെറുപ്പം നോക്കി ഇനി ഇത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? നാലാൾ അറിഞ്ഞാൽ അതിന്റെ നാണക്കേട് നമുക്കല്ലേ? ഞാൻ കാരണം ഇപ്പൊ തന്നെ ദുഷ്പേരായി ഈ കുടുംബത്തിന്. ഇനി ഇവിടുത്തെ ഒരു കുട്ടി കൂടി പിഴച്ചുപോയി നാട്ടുകാരെ കൊണ്ട് പറയിക്കണോ ചേച്ചി? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എത്രയും നേരത്തെ നമുക്കിതങ്ങ് നടത്താമെന്ന്. അല്ല, വേണിമോളുടെ അഭിപ്രായം എന്താ? ഇത് തന്നെ അവരുടെ മനസ്സ് മാറുന്നതിന് മുമ്പ്
കല്യാണം നടത്താന് ആ സിയെയും പറയുന്നത്. എന്താന്ന് വെച്ചാ നിങ്ങൾ എല്ലാരും കൂടി ആലോചിച്ച് അങ്ങ് തീരുമാനിക്കും. ഒന്നും ഒരു നേർവഴിയാവാതെ എനിക്കൊരു സമാധാനവും ഇല്ല. ചേച്ചി ധൈര്യമായിരിക്കെ, ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. കല്യാണമായിട്ടൊന്നും വേണ്ട. അതാവുമ്പോ 100 പേരുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. രജിസ്റ്റർ കല്യാണം ആവുമ്പോ 2 സാക്ഷികൾ മതിയല്ലോ. അതിന് ചെറുക്കന്റെ വീട്ടുകാർ തയ്യാറാവൂ? അവർക്കും താല്പര്യം അതാവും. വേണമെങ്കിൽ സൗകര്യം പോലെ ഒരു വിരുന്ന് നടത്തിയാൽ മതിയല്ലോ. ഗുരുവായൂരപ്പ, എന്താണോ ഇത്ര വലിയ ആലോചന? നാളത്തെ കല്യാണക്കാരിയാണോ? ഒന്ന് പറന്നേ. എന്തായാലും ഭാഗ്യമുണ്ട് നിനക്ക്. കുറച്ച് സങ്കടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ട ആളെ തന്നെ കിട്ടാൻ പോവല്ലേ. ചേച്ചി കൂടി സഹായിച്ചതുകൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഏയ്, അതൊന്നുമല്ല. അവന് സ്നേഹമുണ്ട് നിന്നോട്. ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഒഴിവാക്കായിരുന്നല്ലോ നിന്നെ. അല്ലെങ്കിൽ നിന്നെ വിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോവായിരുന്നല്ലോ. അവനെപ്പോലൊരാൾക്ക് അതൊക്കെ പ്രയാസമുള്ള കാര്യമാണോ? അതൊന്നും ചെയ്യാതെ തിരികെ വന്നില്ലേ അവൻ? അന്ന് പിന്നെ അവൻ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞെന്നേ ഉള്ളൂ. അതൊരു പക്ഷേ വീട്ടുകാരെ പേടിച്ചിട്ടാവും. ആയിരിക്കും. ഞാനും പിന്നീടത് ആലോചിച്ചു. ഒന്നുകൊണ്ടും അവർക്കൊപ്പം അല്ലല്ലോ നമ്മൾ. അതിന്റെ പേരിൽ അവന്റെ ഏട്ടനും അമ്മയെ എതിർത്ത് കാണും. അതാവും അന്നവൻ അങ്ങനെ. അതൊക്കെ എന്തോ ആവട്ടെ. ഇനിയിപ്പോ കഴിഞ്ഞതൊന്നും ഓർത്ത് നീ ഇനി മനസ്സ് വിഷമിപ്പിക്കണ്ട. അവനെ നീ വേണ്ടാന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളും കുറെ വിഷമിച്ചതാ. അങ്ങനെ പറയാന്നല്ലാതെ എനിക്കതിന് പറ്റൂ ചേച്ചി. എന്തായാലും ഇത്രത്തോളായില്ലേ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായി തന്നെ നടക്കും. ദാ, ഇനി ഇങ്ങനെ സ്വപ്നം കണ്ടു നിൽക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റാ നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോവാം. ഓർമ്മയുണ്ടല്ലോ, കൃത്യം 10 മണിക്ക് രജിസ്റ്റർ ഓഫീസിലെത്തണം. മുറിയടിച്ച് കിടന്നോ. എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല മോളെ. അത് വെറുതെ എന്തോ സങ്കടമുണ്ട്. പറ, എന്തു പറ്റിയമ്മേ? അവളുടെ കാര്യം ആലോചിച്ചിട്ട് ആകെ ഒരു വിഷമം. വലിയ വീട്ടിലെ ബന്ധമാവുമ്പം അവർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ നന്ദിനിക്കാവോ മോളെ? അതൊന്നും ഓർത്ത് അമ്മ സങ്കടപ്പെടണ്ട. ഏതായാലും അവക്ക് നല്ലൊരു ബന്ധം കിട്ടിയില്ലേ, അതോർത്ത് സമാധാനിക്കമ്മേ. എന്തായാലും ഇത്രയും വലിയ വീട്ടിൽ നിന്ന് ഒരു ബന്ധം വേണ്ടായിരുന്നു. ആ പയ്യൻ ശരിക്കും സമ്മതിച്ചതാണോന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി കേസിനെ പേടിച്ച് അവൻ സമ്മതിച്ചാണോ എന്തോ? അതൊന്നും ആവില്ല അമ്മേ. ശരിക്കും അയാൾക്ക് ഇഷ്ടം ഉണ്ടായിട്ട് തന്നെയാ സമ്മതിച്ചത്. വേണി ചേച്ചിയും അതന്നെയാ പറഞ്ഞേ. ആണോ? വേണി എവിടെ മോളെ? നന്ദിനിയുടെ മുറിയിലുണ്ട്. അവളുടെ കല്യാണം ഇങ്ങനൊന്നും ആയിരുന്നില്ല എന്റെ മനസ്സിൽ. കുറച്ച് ആൾക്കാരാണെങ്കിലും ഒരു നേരത്തെ ചോറ് കൊടുത്ത്. ഇനിയിപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് എന്താ?
ഓരോരുത്തർക്കും ഓരോ വിധി. നമസ്കാരം സാർ. വൈകുന്നു കണ്ടപ്പോൾ സാറിന് വരില്ല എന്ന് കരുതി. വരുന്ന വഴി സ്റ്റേഷനിലൊന്നും ഇറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതാ വൈകിയത്. അവരെത്തിയില്ലല്ലേ? ഇല്ല, സമയമാവുന്നല്ലേ ഉള്ളൂ. വധു എവിടെ? അതാ ആളെങ്ങനെ, ഹാപ്പി അല്ലേ? അവരിങ്ങോട്ട് എത്തിയില്ലല്ലോ എന്നുള്ള ടെൻഷൻ ഉണ്ട്. ആ, അതിപ്പോ അങ്ങ് മാറില്ലേ? അറിയാലോ, ഇന്ന് നമ്മുടെ നന്ദിനിക്കുട്ടിയുടെ കല്യാണമാണ്. നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊന്നും അത് നടത്താൻ എനിക്കായില്ല. കുടുംബത്തിന് ചീത്തപ്പേര് കേൾക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് ഇതേ വഴിയുള്ളൂ. അവള് ചെയ്ത തെറ്റൊക്കെ ക്ഷമിച്ച് അനുഗ്രഹിക്കണം. മണി കഴിഞ്ഞല്ലോ ചേച്ചി, അവനിതുവരെ എത്തിയില്ലല്ലോ. നീ ഇങ്ങനെ വിഷമിക്കാതെ, തിരക്കുള്ള സമയമല്ലേ. എവിടെയെങ്കിലും ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കാണും. ഒന്ന് വിളിച്ചു നോക്കി അറിയാമായിരുന്നു. അവരങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. അവന്റെ സെൽഫോൺ ഔട്ട് ഓഫ് റേഞ്ചിലാ. വീട്ടിലെ ഫോൺ ആരും എടുക്കുന്നില്ലല്ലോ. എല്ലാരും ചിലപ്പോ ഇറങ്ങിക്കാണും. പക്ഷേ സെൽഫോൺ അങ്ങനെ ഔട്ട് ഓഫ് റേഞ്ച് ആവാൻ വഴിയില്ലല്ലോ. കാടും മലയും താണ്ടിയൊന്നും അല്ലല്ലോ വരുന്നത്. അല്ല, ഞാനത് പോയി അന്വേഷിച്ചാലോ സാർ? വരട്ടെ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. 10 മണി കഴിഞ്ഞല്ലോ. ഇപ്പൊ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? അതിപ്പോ ഇവിടെ നിൽക്കുന്ന ഞാൻ എങ്ങനെ അറിയാനാ? അല്ല, ആ രജിസ്റ്റർ ഓഫീസർ സമയത്ത് വന്നിട്ടുണ്ടാവോ എന്തോ. ഓ, അതും എനിക്കറിയില്ല. എന്റെ അമ്മേ, ഇവിടെ കിടന്നിങ്ങനെ ടെൻഷൻ അടിക്കാതെ അമ്മയ്ക്കും കൂടെ പോവായിരുന്നില്ലേ? അമ്മയെ തനിച്ചാക്കി പോവാൻ തോന്നാത്തോണ്ടാ ഞാനും ഇവിടെ പെട്ടുപോയത്. നീ പോണ്ടാന്ന് ഞാൻ പറഞ്ഞോ? ഇങ്ങനെ ഒരു രീതിയില് അവളുടെ കഴുത്തിൽ മിന്നു വീഴുന്നത് കാണണ്ടെന്ന് കരുതിയാ ഞാൻ ഒഴിഞ്ഞു മാറിയത്. നിങ്ങളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഗതികേട് ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. അമ്മ വിഷമിക്കാതെ, അവക്ക് ഇഷ്ടമുള്ള ഒരാളെ അവള് തന്നെ തെരഞ്ഞെടുത്തു. അങ്ങനെ കരുതിയ പോരെ? ഇത് നടന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു മോളെ ഈ വീടിന്റെ ഒരു അവസ്ഥ? എന്റെ വേണിയുടെ നല്ല മനസ്സുകൊണ്ടാ ഇതൊക്കെ ഇങ്ങനെയെങ്കിലും ആയി തീർന്നത്. ഈശ്വര, അവൾ ഇവിടെ വന്ന് കേറിയില്ലായിരുന്നെങ്കിൽ എന്നേ ഈ കുടുംബം മുടിഞ്ഞു പോയേനെ. എന്താ അമ്മ ഇത്? ഒരു നല്ല കാര്യം നടക്കുന്ന നേരത്താണോ ഇങ്ങനെ വിഷമിക്കുന്നത്? ദേ, ഇപ്പൊ അമ്മയുടെ നന്ദിനി മോള് സുമംഗലിയായിട്ടുണ്ടാവും. അവളെ അനുഗ്രഹിക്ക്. അമ്മ മനസ്സുകൊണ്ട് അവിടെ തന്നെയാണ് മോളെ. എന്റെ ഗുരുവായൂരപ്പ, എല്ലാം മംഗളമായിട്ട് നടക്കണേ. വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാതെ നന്ദിനി. നീ പറയുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെന്താ അവര് വരാത്തത്? നേരെ എത്രയായി? 10 മണിക്ക് ഇവിടെ എത്താന്ന് പറഞ്ഞതല്ലേ? ഇത് മനഃപൂർവ്വം വരാത്തതാ. കാര്യമൊന്നും അറിയാതെ വെറുതെ ഓരോന്ന് പറയരുത്. മനസ്സിലൊരു സംശയം, അവൻ ചതിച്ചതാണോന്ന്. ഏയ്, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. സത്യത്തിൽ എന്താ സംഭവിച്ചെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അല്ല, ഇത്രയും വൈകിയ സ്ഥിതിക്ക് ഇനിയും നമ്മള് കാത്തിരിക്കുന്നതിൽ കാര്യമില്ല സാർ. മടങ്ങിപ്പോകുന്ന നല്ലെന്ന് തോന്നുന്നു. അവിടെ ചെന്നാ പ്രശ്നം എന്താന്ന് നമുക്ക് അറിയായിരുന്നു. എന്നാലല്ലേ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂ.
ഞാൻ അവിടെ വരെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. ഇനിയിപ്പോ അവര് നമ്മളെ ചതിച്ചത് തന്നെയാവോ? ഹാ, നീ ഒന്ന് ടെൻഷൻ അടിക്കാതാ ഗൗരി. നിന്നെ അന്വേഷിച്ച് ഒരുത്തനും അതിനകത്തോട്ട് വരില്ല. പോരെ, ഗിൽബർട്ട് ഉണ്ടല്ലോ ഇവിടെ. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ മാത്രം വിളിച്ചാൽ മതി. കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും പോലെ തന്നെ നടക്കും. നീ പേടിക്കാതെ. ആരോ വന്നിട്ടുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ, പിന്നെ വിളിക്കാം. ഓക്കെ അമ്മേ. ഓഹോ, അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കായിരുന്നത്? അയ്യോ, സാറെപ്പോഴാ വിളിച്ചത്? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്റെ അടുത്ത് ഒരുമാതിരി നാടകം കളിച്ചാലുണ്ടല്ലോ. അവനെവിടെ ഗൗരി? ഒന്നും പറയണ്ട സാറേ, ഇന്നലെ ഇവിടുന്ന് ഇറങ്ങി പോയതാ. ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടുമില്ല, വിളിച്ചിട്ടൊന്നും കിട്ടുന്നുമില്ല. അവൻ പോവാൻ സാധ്യതയുള്ളിടത്തൊക്കെ അന്വേഷിച്ചു, എവിടെയാണെന്ന് ഒരു വിവരമില്ല. ഇതൊന്നും പതിവില്ലാത്തതാ, അതാ ഒരു പേടി. രാവിലെയെങ്കിലും വരുമെന്ന് കരുതി. വന്നാലുടൻ അവനെയും കൂട്ടി രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാനിരിക്കായിരുന്നു. ഞാൻ ഇവനോട് പറയുകയായിരുന്നു, ഇത്രയും നേരമായിട്ട് അവനെ കാണാത്ത സ്ഥിതിക്ക് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കാൻ. അപ്പോഴാ സാറിന്റെ വരവ്. കൊള്ളാം, അസലായിട്ടുണ്ട് അമ്മയുടെ മോന്റെ അഭിനയം. മത്സരത്തിന് വിട്ടാ 1ാം സ്ഥാനം ഉറപ്പാ. പക്ഷെ അത് എന്റെ അടുത്ത് വേണ്ട. അറിയാലോ, അന്നവനൊരു വാക്ക് തന്നിട്ടാ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത്. അത് വിശ്വസിച്ച് ഒരു പെൺകുട്ടി അവിടെ രജിസ്റ്റർ ഓഫീസിൽ കാത്തു നിൽക്കുക. അതിനെ ചതിക്കാൻ അമ്മയും മക്കളും ചേർന്ന് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ദോഷം ചെയ്യും. ഓർമ്മ വേണം. സാർ എന്താ ഈ പറയുന്നത്? വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാനും ഞങ്ങൾ തയ്യാറാ. പറഞ്ഞ വാക്ക് തെറ്റിച്ച ശീലമൊന്നും മംഗലത്ത് വീട്ടുകാർക്കില്ല. പക്ഷേ അവൻ വരാതെ എന്ത് ചെയ്യാനാ? ഞാൻ വന്നാ മതിയോ? നിർത്തണോ? എന്താ തന്റെ വിചാരം? കയ്യിൽ കുറച്ച് പൂത്ത കാശുണ്ടെന്ന് കരുതി ആരെയും വിഡ്ഢികളാക്കാന്നോ? ഏത് കോലോത്ത തമ്പുരാനും തമ്പുരാട്ടിയായാലും വഞ്ചനാ കുറ്റത്തിന് രണ്ടിനെയും പിടിച്ചകത്തിടാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ആവശ്യം അവനെയാ. അന്വേഷിക്ക സാറേ, അന്വേഷിച്ച് കണ്ടുപിടിക്കാനാ ഞങ്ങളും പറയുന്നേ. ഇനിയിപ്പോ സാറിന് വയ്യെങ്കി പറ. ഇതിനേക്കാൾ നക്ഷത്രചിഹ്നം കൂടുതലുള്ളവര് മുകളിലുണ്ടല്ലോ. ഞങ്ങൾക്കറിയാം അവരെ വിളിച്ച് പറയാൻ. എങ്കിൽ പിന്നെ ആ വഴിക്ക് നോക്കിക്കോ. പറയുന്ന സമയത്ത് ഞാൻ അവനെ അവരുടെ മുമ്പിൽ ഹാജരായിക്കോളാം. എന്താ?